റിപ്പോർട്ടർ കുടുംബത്തിൽ ഞങ്ങളുടെ അനുജത്തിമാരില്ലാതെ ഓണം പൂർണ്ണമാവില്ല. നമ്മൾ അവരെ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വന്നാട്ടെ ഓണം കൊണ്ടാട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട വാർത്താവതാരകർ നമുക്കൊപ്പം ഉണ്ട്. സുഖമല്ലേ അതുല്യ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം ശിശിര. ഹാപ്പി ഓണം. ഹാപ്പി ഓണം സുധി. ഹാപ്പി ഓണം. അപ്പോൾ രണ്ട് സൈഡിലായിട്ടൊക്കെ നിന്നാലോ. അപ്പോൾ ഈ കാഴ്ച കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ പ്രിയപ്പെട്ടവരെ. ഇന്നലെ രാത്രിയിൽ ഒരു പോളക്കണ്ണ് ഉറക്കമുളയ്ക്കാതെയാണ് അല്ലേ ഈ സാരിയൊക്കെ ഉടുക്കാനുള്ള ഒരു പരിശീലനം സിദ്ധിച്ചത്. സാരിയൊക്കെ ഉടുക്കാൻ അറിയില്ല. അതാണ് കണ്ടോ. അപ്പൊ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എങ്ങനെ ഇവിടെ സാരിയൊക്കെ സ്വന്തമായിട്ട് ഉടുക്കും. ഇത് എത്ര മണിക്കൂർ എടുത്തു? ഒരു 5 മിനിറ്റ്. അത്രയും പെട്ടെന്ന് കണ്ടു. സുധി സുഖമല്ലേ? ഓണത്തിന് എന്താ വിഭവം? ഓണത്തിന് എല്ലാ വിഭവവും ഉണ്ടാക്കണമെന്നുണ്ട്. സമയം കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെയല്ലേ എല്ലാവരും ഇവിടെ ആയിരിക്കും ഓണം കൊള്ളുക. സദ്യ മാത്രമല്ല 2 കൂട്ടം പായസത്തോടുള്ള സദ്യ ആയിരിക്കും കേട്ടോ. ആര്യാ സുഖമല്ലേ? സുഖമാണ്. എന്താ എന്തോ ഒരു ചെറിയ വിഷമമുണ്ടല്ലോ. ഇല്ല, ഞാൻ ഈ ഓണം വൈബിലേക്ക് എത്തുക. ഡോക്ടർ അരുൺകുമാർ വന്നു കഴിയുമ്പോഴത്തേന് കളറൊക്കെ മാറുമല്ലോ, വൈബൊക്കെ മാറുമല്ലോ. അപ്പം ആ വൈബിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കുറെ നേരം കൊണ്ട് പ്രേക്ഷകർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ അരുൺകുമാർ എവിടെ. മാത്രമല്ല നമുക്കിനി പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ഓണവേദിയാണ്. പക്ഷേ ഇതിന്റെ ഒരു വൈഡ് ഷോട്ട് പ്രേക്ഷകർ കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയുക. തുളസി, പാലക്കാട് എങ്ങനെ ഓണം? പാലക്കാട് ഗംഭീരായിരുന്നു. ഞാൻ ഇതൊരു ഉത്രാട സദ്യ ഉണ്ടിട്ടാണ് തിരുവോണ സദ്യ ഫ്ലോറിലേക്ക് പാലക്കാട്ട് ഉത്രാട സദ്യയൊക്കെ ഉണ്ടോ? ഉത്രാട സദ്യ ഉണ്ട് തീർച്ചയായിട്ടും. വലിയ തിരക്ക് തന്നെയായിരുന്നു. ടൗണിലേക്കൊന്നും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ തിരക്ക് തന്നെയായിരുന്നു. ആളുകൾക്ക് രാവും പകലും ഇല്ലാത്ത രീതിയിലുള്ള വലിയ ആഘോഷം തന്നെയായിരുന്നു. വിട്ടുവരാൻ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അശ്വതി, എനിക്ക് തോന്നുന്നു കടക്കലാണ് ഈ തെക്കൻകാരുടെ ഒരു ഓണം ഉള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അല്ലേ? അശ്വതി വരുന്നത് കടക്കൽ നിന്നാ? അതെ, കടക്കലോട് പോകുന്നുണ്ടോ ഇത്തവണ ഓണത്തിന്? ഇത്തവണ ഓണത്തിന് പോകുന്നില്ല. ഇപ്രാവശ്യം റിപ്പോർട്ടറിനോട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നായിരിക്കും ഇത്തവണത്തിന്റെ ഓണാഘോഷം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവോണ പുലരിയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകളോടെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങും. വാർത്ത വായിച്ചു തുടങ്ങണ്ടേ? പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് എല്ലാ തിരുവോണ ദിവസവും വാർത്ത എവിടെ പോകും എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ വാർത്തയൊക്കെ ഈ ബ്രേക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ അതുല്യ അല്ലെ. വളരെ വേഗം വാർത്തകൾ ഫ്ലാഷിംഗ് ന്യൂസുകളായി പ്രേക്ഷകർക്കൊപ്പം എത്തിക്കുന്നത് അതുല്യായിരിക്കും. ഇന്ന് വല്ലതും ഉണ്ടോ? ഇന്ന് കാര്യമായിട്ടെല്ലാം ഓണത്തിന്റെ തിരക്കിലാണ്. പക്ഷെ എന്നാലും വരും. രാവിലെ ഈ കാരണവന്മാരൊക്കെ വീട്ടിൽ ഇറങ്ങിയിട്ട് ചോദിക്കും ഇന്ന് വല്ലോ കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഇന്ന് വല്ലോ കൊടുക്കാനുണ്ടോ എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ വാർത്താമുറിയോട് ചോദിക്കാനുള്ളത്. ഒരുപാട് വിഭവങ്ങളുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ നമ്മൾ തുടങ്ങുന്നു അല്ലേ? അപ്പൊ നന്മയുടെയും സമൃദ്ധിയുടെയും നിറവിൽ ഇന്ന് പൊന്നിൻ തിരുവോണമാണ്. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടവുമായി ഓണം ആഘോഷിക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങളും ഒരുങ്ങി. ആഘോഷ തിമിർപ്പിലാണ് നാടും നഗരവും. പ്രേക്ഷകർക്ക് മനം നിറയെ കാഴ്ച വിഭവങ്ങൾ ഒരുക്കി റിപ്പോർട്ടർ ടിവിയും സർവ്വസജ്ജമാണ്. എല്ലാ പ്രേക്ഷകർക്കും റിപ്പോർട്ടർ ടിവിയുടെ